ഗുഡ് മോർണിംഗ്. സൺഡേ ആണ്. നല്ല രീതിയിലൊന്ന് കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് കിടന്നത്. പക്ഷേ 5:30 ആയപ്പോഴത്തേക്കിനും മാളു എന്നെ വിളിച്ചെണീപ്പിച്ചു അവരെ അമ്പലത്തിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. ഇന്ന് പൊങ്കാലയാണ് പണേൽ അമ്പലത്തിൽ. അവരൊരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ല മഴ പെയ്തേ. അത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പൊങ്കാല ഇടാമെന്ന് കരുതി. അങ്ങനെ അമ്മ തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു. മാളും അമ്മും മാത്രമാണ് പൊങ്കാല ഇടുന്നത്. അമ്മ ജസ്റ്റ് അവരെ സഹായിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ പൊങ്കാലയും കാര്യങ്ങളൊക്കെ തിളച്ചൊക്കെ തൂവി. ആ ടൈമിലും നല്ല മഴ പെയ്യാണ് കേട്ടോ, രാവിലെ ആയിട്ടും. ഞാൻ പിന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ പുഴുങ്ങാനായിട്ട് ഇട്ട് അപ്പോഴത്തേക്കിനും നമ്മുടെ പൊങ്കാലയൊക്കെ അമ്മ തന്നെ തളിച്ച് റെഡിയാക്കിയിട്ട് നേരെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി. അപ്പോൾ അമ്പലത്തിൽ അവരെ വിട്ടിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ വെയിൻ്റെ പമ്പിങ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അവർ തിരിച്ചു വന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അമ്മ ഇന്ന് 11:15 ട്രെയിനിന് തിരിച്ചു പോവാണ് ബാംഗ്ലൂർക്ക്. അപ്പോൾ അവളെ ഇനിയും കൊണ്ടുപോകണം റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിൻ വന്ന് അവളെ കയറ്റി വിട്ടു. ഞാനും മാളും കൂടെ അതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇനി ചെന്നിട്ട് വേണം ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും അമ്മ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് നമുക്കിനി ഏഴംകുളം പോകണം. കാരണം അജ്മലിനെ പിക്ക് ചെയ്യണം. കാരണം അവൻ്റെ മൈലാഞ്ചിയാണ്. കല്യാണം നാളെയാണ്. ചെറുക്കൻ അടിപൊളി മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന വരവാണ്. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ വന്നു. മൈലാഞ്ചിയും പരിപാടിയൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് സ്വീറ്റ് പൊട്ടറ്റോയും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫിഷ് ഓയിലും ഒക്കെ എടുത്തിട്ട് പോയി കിടന്നുറങ്ങി. ബൈ ബൈ.